ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കോലും പച്ചമാങ്ങയും തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നത്തലും കൂടെ അതിൻ്റെ കൂടെ ഇട്ട ഒരു കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചമാങ്ങ, മുരിങ്ങാക്കായി, ഒരു ചെറിയ തക്കാളി, കുറച്ച് ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ തേങ്ങയും ഒരു മുറി വലിയ മുറി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് നത്തല് മീൻ. ഇത് വെച്ചിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മുരിങ്ങാക്കോലും തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇത്രയും സാധനം കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനത്തിൽ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങാക്കോലും തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റായി. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കാം. മാങ്ങ നല്ല പുളിയിലെ മാങ്ങയാണ്, അതുകൊണ്ട് പുളിക്കനുസരിച്ചിട്ടുള്ള മാങ്ങ നമ്മൾ ഇതിൽ ചേർക്കണം. ഈ മാങ്ങ ഇടുമ്പം തന്നെ നമ്മളെ ഈ അരക്കുമ്പോൾ നമ്മളിതിന് മുളക് പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഇപ്പം ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് കയറ്റി. ഈ സമയത്തിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഈ നത്തൽ ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ശരിക്കും തിളച്ച് വരട്ടെ. അപ്പം നമ്മളെ അരപ്പെല്ലാം നല്ലോണം തിളച്ചു. മാങ്ങയെല്ലാം ഒന്ന് ഒരു വക വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മീനിടാം, നമ്മളെ നത്തലിടാം. പിന്നെ ഇതൊരു ചെറിയ തീയിൽ കിടന്നിട്ട് കുറച്ച് നല്ല സമയം തിളച്ച് വെന്ത് വരട്ടെ. എല്ലാം കൂടെ മീനും എല്ലാം കൂടെ വെന്ത് വരട്ടെ. ഇതിപ്പോൾ ഏകദേശം വെന്ത് വന്നു. എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നു. നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ സമയത്തിന് നമുക്കിതിന് ഉപ്പും കൂടെ ഉണ്ടോ നോക്കണം. അങ്ങനെ നമ്മളെ മുരിങ്ങാക്കോലും നത്തലിട്ട കറി റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നല്ല കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.